40-50 കൊല്ലങ്ങൾക്ക് മുമ്പ് തമിഴിൽ ശ്രീ ജാനകിരാമൻ എന്നൊരു വലിയ ചെറുകഥാകൃത്ത്, വലിയ ഗ്രേറ്റ് ചെറുകഥാകൃത്ത് എഴുതിയ ഒരു കഥ എനിക്കിന്ന് ഓർമ്മ വന്നു. കഥ എങ്ങനെയാണ്? ഒരു ഹെഡ് മാസ്റ്റർ, അദ്ദേഹം തൻ്റെ 58 വർഷവും 60 വർഷവും വയസ്സായപ്പോൾ അദ്ദേഹം റിട്ടയർഡ് ആകുമ്പോൾ വലിയൊരു ഫെയർവെൽ പാർട്ടി കൊടുക്കുന്നു. ആ ഫെയർവെൽ പാർട്ടിയിൽ എല്ലാവരും അദ്ദേഹത്തിൻ്റെ പഴയ വിദ്യാർത്ഥികൾ, പിന്നെ കൂടെ ജോലി ചെയ്യുന്നവരെല്ലാവരും കുറേ കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തെ ഇങ്ങനെ പ്രശംസിക്കുകയായിരുന്നു. അതിലെല്ലാവരും പറഞ്ഞ ഒരു കോമൺ ആയിട്ടുള്ളത് എന്തായിരുന്നു വെച്ചാൽ, അദ്ദേഹം ആരെയും തല്ലിയിട്ടില്ല. അക്കാലത്തൊക്കെ ഒരു കെയിൻ കൊടുക്കുമല്ലോ, ചൂരൽ കൊടുക്കുമല്ലോ, നമ്മളൊക്കെ അടി വാങ്ങിച്ചിട്ടുണ്ടാവുന്നു അല്ലേ, ചെറിയ ചെറിയ കാര്യങ്ങൾ കൂടി ഇപ്പോഴൊക്കെ തല്ലാൻ പറ്റില്ല. അക്കാലത്ത് മാഷന്മാരൊക്കെ തല്ലിയ ഇന്നത്തെ മാതിരി ഒന്നുമല്ല. മാഷിനോട് പോയിട്ട് എന്തിനാണ് എൻ്റെ മോനെ തല്ലിയെന്നൊക്കെ ചോദിക്കുന്ന ഒരു സംസ്കാരമേ ഇല്ല. ഒരു ഗുരു എന്ന് വെച്ചാൽ ദൈവം, അത്ര മാതാപിതാ ഗുരു ദൈവം, അങ്ങനെയാണ്. പക്ഷേ ഈ മാഷ് ഒരു ചൂരൽ കൊടുത്തു സ്കൂളിൽ, പക്ഷേ അദ്ദേഹം ഒരിക്കലും ആരും പുള്ളിക്കാരൻ തല്ലിയിട്ടില്ല. അതെല്ലാവരും പറഞ്ഞ് അദ്ദേഹത്തെ പ്രശംസിച്ചു. അങ്ങനെ കുറേ മാലകളും പൊന്നാടിയും എല്ലാം ആയിട്ട് അപ്പോഴൊക്കെ റിട്ടയർഡായ ആൾക്കാരെ ഒരു കാറിലോ അല്ലെ ജീപ്പിലോ കൊണ്ടുവന്ന് വിടും. ഗവൺമെൻറ്റിലെ സ്കൂളൊക്കെ പൊതുവെ എല്ലാ പ്രൈവറ്റിലൂടെ അങ്ങനെ ചെയ്യാറുണ്ട്. ഭാര്യയ്ക്കൊരു പട്ടിൻ്റെ സാരി കൊടുക്കും, പിന്നെ കുറേ ഗിഫ്റ്റ്സ് ഓരോരുത്തരും കൊടുക്കും, പിന്നെ ഒഫീഷ്യലായിട്ട് കൊടുക്കും, പേഴ്സണലായിട്ട് കൊടുക്കും. ഇതെല്ലാം കൊണ്ട് വീട്ടിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ആ മാലകളൊക്കെ വീണ്ടും അദ്ദേഹത്തെ അണിയിച്ച്, അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭർത്താവിൻ്റെ സന്തോഷത്തിൽ, ഇത്രയും കാലം നല്ല പേരെടുത്ത് ജോലി ചെയ്ത് വന്ന ഒരാളല്ലേ, അദ്ദേഹത്തിൻ്റെ ഭാര്യയും ആ മാലയൊക്കെ ഇട്ട് ഇങ്ങനെ അതങ്ങനെ ആഘോഷിക്കുകയായിരുന്നു. അപ്പോൾ അവർ വീട്ടിൽ 2 ഫോട്ടോ ഉണ്ട്. ഒരു ഫോട്ടോ യേശുക്രിസ്തു ഒരു ആട്ടിൻകുട്ടി ഇങ്ങനെ സ്നേഹത്തോടെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടുള്ളൊരു ഫോട്ടോ. ഇന്നൊരു ഫോട്ടോ യേശുക്രിസ്തുവിന് മുൾക്കിരീടം വെച്ചിട്ട് ഇങ്ങനെ രക്തം ഇങ്ങനെ ഒഴുകുന്നൊരു ഫോട്ടോ. ഇങ്ങനെ 2 ഫോട്ടോ ഉണ്ട് ആ വീട്ടിൽ. ഇപ്പോൾ വരുന്ന ആൾക്കാർക്ക് 2 ഫോട്ടോ ഇങ്ങനെ കണ്ടിട്ട് വളരെ വ്യത്യാസമായിട്ടുണ്ടല്ലോ. ഒന്ന് സ്നേഹത്തിനെ പറ്റിയും, ഒന്ന് ശ്രീ യേശുക്രിസ്തു എന്ന ദൈവത്തിൻ്റെ അദ്ദേഹം കടന്നുപോയ യാതനകളെ പറ്റിയും പറയുന്നതാണല്ലോ. രണ്ടും 2 കോൺട്രഡിക്ടറി ആയിട്ടുണ്ടല്ലോ എന്നൊക്കെ വിചാരിക്കാറുണ്ട്. അങ്ങനെ വളരെ ആഘോഷമായ അന്നത്തെ ആ ലേറ്റ് ഈവനിങ് കഴിഞ്ഞ് അവർ ആഹാരമൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന സമയം, നേരത്തെ അവർ കഴിക്കും ആഹാരമൊക്കെ. അതൊരു 7:30 മണി 8 മണി സമയത്ത് വീടൊക്കെ ഉള്ളടച്ചു. ആ സമയത്ത് ആരോ വാതിൽ തട്ടുകയാണ്. ആരാണ് ഈ സമയത്ത് എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ആ സ്കൂളിൽ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന 20 വയസ്സൊക്കെ ആയി, ഇപ്പോഴും സ്കൂളിലാണ്, പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി വരികയാണ്. അപ്പോൾ കൂടെ അവൻ്റെ അമ്മയും വരുന്നുണ്ട്. അപ്പോൾ ഈ അമ്മ പറയുന്നു, നമസ്കാരം സാർ. പറയുന്നു, നമസ്കാരം. ആരാണ്? എനിക്ക് മനസ്സിലായില്ലോ. ഇവനെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? എനിക്ക് ഓർമ്മയില്ല. നീ പറയടാ എന്ന് ആ അമ്മ പറയുന്നു. അപ്പോൾ ഇവരൊന്നും പറയുന്നില്ല. അവൻ അങ്ങനെ നാണിച്ച് ദുഃഖിച്ച് ഒരുത്ത് നിൽക്കുന്നുണ്ട്. ഒരു കുട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നന്നായി പഠിച്ചിരുന്ന കുട്ടിയാണ്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവനൊരു വലിയ തെറ്റ് ചെയ്തു. അത്ര വലിയ തെറ്റൊന്നുമല്ല, എങ്കിലും തെറ്റാണ്. അവൻ ചെയ്ത തെറ്റ്, ഒരു കുട്ടിയുടെ പുതിയ ടെക്സ്റ്റ് ബുക്ക് കട്ടിട്ട് അതിൻ്റെ ലേബിളൊക്കെ മാറ്റിയിട്ട് വേറൊരു കുട്ടിക്ക് പാതി വിലയ്ക്ക് അത് വിറ്റു. അത് സാറിനറിഞ്ഞപ്പോൾ സാറ് പിന്നെ അടിച്ച് ശിക്ഷിച്ചിരിക്കാം. പക്ഷേ സാർ അടിച്ചില്ല. പക്ഷെ അതിന് പകരം സാറ് അടുത്ത വീട്ടിലേക്ക് പോകാനുള്ള അവസരത്തിൽ ഈ പയ്യൻ കളവ് ചെയ്തിട്ടുണ്ട്, ഇവനോട് ഈ ക്ലാസ്സിലെ 40 പേരും മിണ്ടരുത് എന്ന് പറഞ്ഞ് സാറ് പോയി. അപ്പോൾ ഇയാൾ പറഞ്ഞു, എനിക്ക് ആ ഓർമ്മയേ ഇല്ലല്ലോ, അങ്ങനത്തെ സംഭവമേ എനിക്ക് ഓർമ്മയില്ല. ജീവിതത്തിൽ പലപ്പോഴും നമ്മളൊക്കെ ചെയ്യുന്ന ചില കാര്യങ്ങൾ ആ സമയത്ത് നമ്മൾ ധൃതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകും. അതിൻ്റെ ഭവിഷ്യത്ത് പിന്നെയായിരിക്കും നമുക്ക് അറിയുന്നത് അല്ലേ. അപ്പോൾ അത് പെട്ടെന്ന് ചെയ്തും ചിലപ്പോൾ നമ്മൾ ചിലത് പറയും, ചിലത് നമ്മളങ്ങനെ പലർക്കും നടക്കുന്നതാണ്. ചിലരെ കണ്ടിട്ട് തെറ്റായ അഭിപ്രായം പറഞ്ഞിട്ട് അവർ പോകും. പക്ഷേ അതിൻ്റെയൊക്കെ ഭവിഷ്യത്തുകൾ പിന്നെയല്ലേ. അപ്പോൾ ഈ ഹെഡ് മാസ്റ്റർ അതിനൊരു എക്സംഷൻ ആകാൻ പറ്റില്ലല്ലോ. അദ്ദേഹത്തിന് നടന്നൊരു തെറ്റാണത്. അപ്പോൾ ഇദ്ദേഹത്തിന് ഓർമ്മയില്ല, ഈ ഹെഡ് മാസ്റ്ററിന് ഓർമ്മയില്ല.
എങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ വളരെ ദുഃഖം തോന്നി. അയ്യോ, നമ്മൾ അങ്ങനെ പറഞ്ഞു പോയല്ലോ. അപ്പോൾ പിന്നെ എന്ത് പറ്റി എന്ന് ഈ അമ്മയോട് ചോദിക്കുമ്പോൾ ഈ അമ്മ പറയാണ്, അന്ന് സാർ ഇങ്ങനെ പറഞ്ഞിട്ട് പോയി, ഈ കുട്ടികൾ ഇത്ര 7ാം ക്ലാസ് തൊട്ട് ഇപ്പം മാറി മാറി ഇവൻ തോറ്റ് 7ലും 8ലൊക്കെ തോറ്റിരിക്കുകയാണ്. പക്ഷേ വരുന്ന 40-42 കുട്ടികൾ ഓരോ കൊല്ലവും ഇവനോട് മിണ്ടാറേ ഇല്ല. നന്നായിട്ട് പഠിച്ചിരുന്നതാണ്. പിന്നെ അവന് പഠിക്കാനായിട്ടുള്ള ഇൻട്രസ്റ്റ് പോയി. സ്കൂളിൽ വിട്ട് ഞങ്ങൾ നിർത്തുന്നുമില്ല. അവൻ തോറ്റ് പഠിക്കുകയാണ്. അതൊന്നും സാറില്ല സാർ. പക്ഷെ ഇന്നൊരു വലിയ സംഭവം നടന്നു. എന്ത് നടന്നു? അല്ല സാർ, സാറിന് ഫെയർവെൽ പാർട്ടിക്ക് എല്ലാവരും കൂടി പണം കളക്ട് ചെയ്തു. എൻ്റെ മോൻ ഇങ്ങനെ എൻ്റെ മാഷിൻ്റെ ഞങ്ങൾക്ക് ക്ലാസ് മാസ്റ്ററായിരുന്ന മാഷ് ഹെഡ് മാസ്റ്ററായിട്ട് റിട്ടയർഡ് ആകുകയാണ്. അദ്ദേഹത്തിന് ഫെയർവെല്ലിന് എല്ലാവരും പണം കൊടുക്കുന്നുണ്ട്. അമ്മയത്തെ ഒരുപാട് നിർബന്ധിച്ച് പണമൊക്കെ വാങ്ങിച്ചു വന്നു. പക്ഷേ ഈ കുട്ടികൾ ആ പണം വാങ്ങിച്ചില്ല. അതവന് വല്ലാത്ത വിഷമായി. സാറൊന്നും മിണ്ടരുതെന്ന് പറഞ്ഞതോ, അല്ലെങ്കിൽ അവനോട് മിണ്ടാതിരിക്കുന്നതോ, അന്ന് മിണ്ടാതിരുന്നതോ, അല്ലെങ്കിൽ ആരോടും മിണ്ടരുതെന്ന് പറഞ്ഞതോ, അതൊന്നും അവന് വിഷമമായില്ല. ഇത്രയും കാലം അവൻ അനുഭവിച്ച ആ വേദനയൊന്നുമല്ല. പക്ഷേ സാറ് ഇന്ന് പുറപ്പെടുന്ന സമയത്ത് എല്ലാവരും കാശ് ഇടുന്നുണ്ട്, പണം ഇടുന്നുണ്ട് ഫെയർവെൽ പാർട്ടിക്ക്. പക്ഷേ എൻ്റെ മോൻ്റെ വിഷമം, താൻ കൊടുക്കുന്ന കാശ് അവർ സ്വീകരിച്ചില്ലല്ലോ, താൻ അവഗണിക്കപ്പെട്ടല്ലോ എന്നുള്ള ആ ഒരു വല്ലാത്ത വിഷമമായിരുന്നു. അതെല്ലാം കൂടി അവന് വളരെ ദുഃഖിതനായി. സാർ ഒന്നും വേണ്ട സാർ. അപ്പോൾ ഇപ്പം എല്ലാം സംസാരിക്കാൻ തുടങ്ങും. സാർ ഏതായാലും റിട്ടയർഡ് ആയല്ലോ, സാറിപ്പോൾ അവിടുത്തെ ഹെഡ് മാസ്റ്റർ അല്ലല്ലോ. ഞാൻ അന്ന് ചെയ്ത തെറ്റിന് ഞാൻ കുറേ ദുഃഖം അനുഭവിച്ചു. ഇത്രയും കാലം 4-5 കൊല്ലം തോറ്റ് പഠിക്കുകയാണ്. അവരാരും എന്നോട് മിണ്ടിയില്ല. അത് തന്നെ വലിയൊരു ശിക്ഷയാണ്. എനിക്ക് ഒന്നും മാത്രം വേണം സാറേ. സാറെന്നെ ക്ഷമിച്ചു എന്നൊരു വാക്ക് പറയണം എന്ന് പറഞ്ഞാൽ അയാൾ അവൻ കാറിൽ വീഴുന്നു. ഇദ്ദേഹത്തിന് എന്താ ചെയ്യേണ്ടത് എന്നറിയുന്നില്ല. ഈ കാശ് ഞാൻ തരുന്നത് സാറൊന്ന് സ്വീകരിക്കാമോ എന്ന് പറയുന്നു. അതൊന്നും അദ്ദേഹത്തിന് കാതിലേക്ക് പോകുന്നില്ല. പക്ഷെ ദുഃഖിതനായ അദ്ദേഹം എന്തൊക്കെയോ സമാധാനം പറഞ്ഞ് അവരയച്ചിരിക്കാമെന്ന് തോന്നുന്നു. ഞാൻ ചെറുതായിട്ടാണ് ഈ കഥയുടെ ഓർമ്മ. ഞാൻ എൻ്റേതായ ഭാവനയിൽ പറയുകയാണ്. പക്ഷെ അന്ന് വളരെ ദുഃഖിതനായിട്ട് അദ്ദേഹം ആ 2 ഫോട്ടോനെ കാണുകയാണ്. ഒരു ഫോട്ടോ ഒരു പാവപ്പെട്ട ചെറിയ കൊച്ചു ആടിൻ കുഞ്ഞിനെ യേശുക്രിസ്തു നെഞ്ഞോട് ചേർത്ത സ്നേഹത്തോടെ വച്ചിരിക്കുന്നതും, ഇനിയൊരെണ്ണം ശ്രീ യേശുക്രിസ്തു ആ ദൈവത്തിൻ്റെ തലയിലുള്ള മുൾക്കിരീടം അതിൽ നിന്നിങ്ങനെ ചോരയിട്ടിട്ട് വരുന്ന ഫോട്ടോ. ഇദ്ദേഹത്തിൻ്റെ മനസ്സ് പറയാണ്, ഞാൻ ആ കുട്ടിയെ ആ ശ്രീ യേശുക്രിസ്തു നെഞ്ഞോട് ചേർത്ത് വെച്ച ആടിൻകുട്ടിയെ പോലെയല്ലേ ഞാൻ വച്ചിരിക്കേണ്ടത്. ഞാൻ അവൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ചല്ലോ എന്ന് പറഞ്ഞ ആ ദുഃഖത്തിൽ യേശുക്രിസ്തുവിൻ്റെ മുൾക്കിരീടം അദ്ദേഹത്തിൻ്റെ തലയിൽ ആരോ വന്ന് ആഴ്ത്തുന്നത് പോലെ, ഇങ്ങനെ തലയിൽ വന്നിങ്ങനെ പ്രസ് ചെയ്യുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി എന്ന് പറഞ്ഞ് അവിടെ കഥ തീരുന്നു. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിനെ ഞാൻ 2-3 ദിവസമായിട്ട് മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിനെ പറ്റി പറയുന്നുണ്ട്, ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെൻറ്റിനെ പറ്റി പറയുന്നുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മൾ പറയുന്ന കമൻസ്, നമ്മൾ കൊടുക്കുന്ന കൊച്ചു ശിക്ഷ എന്ന് വിചാരിച്ച് നമ്മൾ പറയുന്ന ശിക്ഷകൾ, അതൊക്കെ മറ്റുള്ളവരുടെ ജീവിതത്തിന് എന്തെല്ലാം എത്രത്തോളം കൊല്ലങ്ങൾ, എത്രത്തോളം ആഴത്തിൽ ആ വേദനകൾ അവരെ അലട്ടുന്നുണ്ട്. നമ്മൾ എത്രയൊക്കെ എന്തൊക്കെ പുണ്യം ചെയ്താലും എന്താണ്, എത്ര 1000 അമ്പലങ്ങൾക്ക് പോയിട്ട് എന്ത് ഗുണം, എത്ര 1000 മലകളുള്ള അമ്പലങ്ങൾക്ക് പോയിട്ട് എന്ത് ഗുണം? ഒരു ഗുണവുമില്ല. ഒരു മനുഷ്യ മനസ്സിനെയും വേദനിപ്പിക്കാതിരുന്നാൽ അത് എത്രയോ അമ്പലങ്ങൾക്കും പള്ളികൾക്കും ഒക്കെ പോകുന്നതിന് സമമായിട്ടാണ് ദൈവങ്ങൾ തന്നെ പറയുന്നത്. എല്ലാ മതങ്ങളുടെ ദൈവങ്ങളും ആരുടെ മനസ്സും വേദനിപ്പിക്കരുതെന്നാണ് പറയുന്നത്. നമ്മുടെയൊക്കെ ഊഹങ്ങൾ കൊണ്ടും നമ്മുടെയൊക്കെ ഇമാജിനേഷൻ കൊണ്ടും ഒക്കെ നമ്മൾ മറ്റുള്ളവരെ പറ്റി ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞ് അവരെയൊക്കെ മനസ്സ് വേദനിപ്പിച്ച് ചില സമയത്ത് ചില ആൾക്കാർ അവിടെ ഇവിടെ ഓരോന്നൊക്കെ പറയും. എന്നിട്ട് അവിടെ പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് ഇങ്ങനെ ആഘോഷിക്കും. അങ്ങനെയൊക്കെ നമുക്ക് ഇദ്ദേഹം വാസ്തവത്തിലൊരു ഇന്നസെൻ്റാണ്. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ട് പോയി. അദ്ദേഹം അത് ആ കുട്ടിയുടെ മനസ്സെന്താണെന്നും അദ്ദേഹം ഓർത്തില്ല. ഇപ്പോൾ ഈ കഥയിൽ കുറച്ചുകൂടി ന്യായപ്പെടുത്തുന്നുണ്ട്. എന്താണ്, ഒരു ധൃതിയിലാണ് അടുത്ത പീരീഡിലേക്ക് അദ്ദേഹം പോകുന്നത്. അപ്പോൾ ദേഷ്യത്തിൽ ഈ കുട്ടിയോട് ആരും മിണ്ടണ്ട എന്ന് പറഞ്ഞ് പോയി. പക്ഷെ അതിങ്ങനെ തുടർന്ന് ആ കുട്ടിയെ എല്ലാവരും തിരസ്കരിക്കുന്നുള്ളത് ആ സമയത്ത് തീർച്ചയായിട്ടും ഹെഡ് മാസ്റ്റർ അറിഞ്ഞിരിക്കുമായിരുന്നില്ല. പക്ഷേ നടന്ന സംഭവ വികാസങ്ങൾ നോക്കൂ. ഇതൊക്കെ വന്ന എന്നെ സംബന്ധിച്ച് ഒരു എഴുത്തുകാരൻ, ഒരു പ്രസിഡന്റിനേക്കാളും, ഒരു പ്രൈം മിനിസ്റ്ററിനേക്കാളും, ഒരു മിനിസ്റ്റർ, MLA എന്തെല്ലാം വലിയ വലിയ പദവികളുടെ അധികാരികളെക്കാളൊക്കെ ഏറ്റവും ഒരു ഉയർന്ന
ഒരാളാണ് കലാകാരൻ, അല്ലെങ്കിൽ കലാകാരൻ എഴുത്തുകാരൻ എന്ന് ഞാൻ പറയാൻ തോന്നുന്നു. കാരണം ഈ പ്രസിഡന്റ് ആയിക്കോട്ടെ, അമേരിക്കയുടെ പ്രസിഡന്റ് ആയിക്കോട്ടെ, ലണ്ടനിലെ പ്രൈം മിനിസ്റ്റർ ആയിക്കോട്ടെ, എവിടുത്തെ ആരും ആയിക്കോട്ടെ, എഴുത്തുകാർ അവരെക്കാളും ഉയരത്തിലാണ്. കാരണം ഇവരൊക്കെ ഓരോ അനുഭവങ്ങളും അവർ തൻ്റെ ജീവിതത്തിൽ ദർശനമാക്കി അനുഭവിച്ചിട്ട് അവർ മരിച്ചു പോകും. പക്ഷേ എഴുത്തുകാരൻ അങ്ങനെയല്ല. അവൻ്റെ സ്വന്തം അനുഭവവും മറ്റുള്ളവരുടെ അനുഭവങ്ങളും അവൻ ഈ സമുദായത്തോട് തൻ്റെ എഴുത്തിൽ കൂടി, അല്ലെങ്കിൽ അതിന് കുറച്ച് അടുത്ത അഡ്വാൻസ് എഴുത്ത് സിനിമയാക്കുന്ന ആൾക്കാർ അവരും ഓക്കെ കലാകാരന്മാരാണല്ലോ, സാഹിത്യകാരന്മാരാണ്. പക്ഷെ എഴുതി എല്ലാ സിനിമകളും ഒരു കഥയിൽ നിന്നാണല്ലോ തുടങ്ങുന്നത്. ആ അനുഭവങ്ങളൊക്കെ എഴുതിയിട്ട് ഇന്ന് അടുത്ത സമൂഹത്തിലേക്ക് കൊടുത്തിട്ട് പോകുന്ന ഒരു പവിത്രമായ ആ ഒരു കർത്തവ്യം ചെയ്യുന്ന എഴുത്തുകാർ തീർച്ചയായിട്ടും അങ്ങനത്തെ സാഹിത്യകാരന്മാർ ഈ ലോകത്തിലെ എല്ലാവരേക്കാളും ഉയർന്നവരാണ്. നോക്കൂ, 50 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം എഴുതിയ ഒരു ചെറു കഥ ഇപ്പോഴും നമ്മളിതാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെപ്പറ്റി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെയാണ് നമുക്ക് തോന്നുന്നത്? ആ കുട്ടിയെപ്പറ്റി നമുക്ക് ദുഃഖം തോന്നില്ലേ? പാവല്ലേ, 40 കുട്ടികൾ അവനോട് മിണ്ടാതിരിക്കുമ്പോൾ കൊച്ചു മനസ്സിൽ എന്തെല്ലാം ദുഃഖങ്ങൾ വരുന്നതാണ്. അതൊരു പാഠം, ഒരു മൂല്യമായിട്ട് എടുക്കാം. നമ്മൾ ധൃതിയിൽ നമ്മൾ ആലോചിക്കാണ്ട് എടുക്കുന്ന ചില തീരുമാനങ്ങൾ മറ്റുള്ളവരുടെ മനസ്സിനെ, ആ കുടുംബത്തിന് തന്നെ എന്തോരം അത് വേദനിപ്പിക്കുന്നുണ്ട്. നമ്മളിൽ ആരും തെറ്റ് ചെയ്യാത്തവരില്ല. ഞാനിപ്പോൾ ആരെങ്കിലുമൊക്കെ മനസ്സിൽ ഉദ്ദേശിച്ച് പറയുകയാണെങ്കിൽ ആ ഉദ്ദേശിച്ച് പറഞ്ഞ ആൾക്കാരെക്കാളൊക്കെ അധികമായിട്ട് ചിലപ്പോൾ ഞാനും ആ തെറ്റുകൾ ചെയ്ത് കാണാം. അവരാരെയും കല്ലെറിയാനായിട്ടുള്ള അധികാരം എനിക്കില്ല. എന്നെ കല്ലെറിയാനുള്ള അധികാരം മറ്റുള്ളവർക്കും ഇല്ല. യേശുക്രിസ്തു പറഞ്ഞതുപോലെ നിങ്ങൾ തെറ്റ് ചെയ്യാത്തവരാണോ അവരാദ്യം കല്ലെറിയണമെന്ന് പറഞ്ഞപ്പോൾ ആരും കല്ലെറിയാൻ പറ്റിയില്ല. അപ്പോൾ പക്ഷേ കല്ലെറിയാനായിട്ടുള്ള അധികാരം അവിടെ യേശുക്രിസ്തുവിനുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം കല്ലെറിഞ്ഞില്ല, അദ്ദേഹം ക്ഷമിച്ചു. ഒരു തെറ്റായ കൃത്യം ചെയ്ത ഒരു സ്ത്രീയെ എല്ലാവരും കൂടി കല്ലെറിഞ്ഞ് കൊല്ലാൻ വന്ന സമയത്തല്ലേ അദ്ദേഹം ഈ വചനം പറഞ്ഞത്, നിങ്ങളിൽ തെറ്റ് ചെയ്യാത്തവൻ ആരാണോ അവൻ ആദ്യം കല്ലെറിയണമെന്ന് പറഞ്ഞത് അപ്പോഴല്ലേ. പക്ഷെ എല്ലാവരും പോയി. പക്ഷേ കല്ലെറിയാനുള്ള അധികാരമുള്ളത് യേശുക്രിസ്തു അദ്ദേഹം ചെയ്തില്ല. അദ്ദേഹം പറഞ്ഞു, ഇതുപോലെ തെറ്റുകൾ ചെയ്യരുത്, അല്ല പ്രഭു, ഇനി ഞാൻ ചെയ്യില്ല, എനിക്ക് അങ്ങനത്തെ സ്ഥിതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ക്ഷമ ചോദിച്ചിട്ട് പുതിയൊരു ജീവിതം അവർ ജീവിക്കാൻ തുടങ്ങി. അതുകൊണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ഒന്നും പറയുന്നില്ല. ഈ കഥ പറയുന്ന മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് അത്യധികം സ്നേഹപൂർവ്വം നമുക്ക് പ്രായോഗികമാക്കി കൊണ്ടുവരാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഏറെ സ്നേഹം. ശുഭരാത്രി നേരുന്നു.